നമസ്കാരം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ഒരു എയർപോർട്ടിൽ നിൽക്കുമ്പോൾ കുറേ കുട്ടികൾ വിദേശ രാജ്യത്തേക്ക് ഉപരിപഠനത്തിനായിട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എനിക്കൊരു 10-18 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സമയമൊക്കെ ആയി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് എല്ലാ കുട്ടികളും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഒരു വിദേശ രാജ്യത്തേക്ക്, ഏതോ ഒരു യൂറോപ്പ് രാജ്യത്തേക്കാണ് അവർ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവരെല്ലാവരും ഒരുമിച്ച് പോവുകയാണ്. ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച കുട്ടികളൊക്കെയാണ്, ഇവരൊരുമിച്ച് പോവുകയാണ്. അപ്പോൾ അവർ ആ വിദേശ രാജ്യത്തേക്ക് പോകുന്നു, പഠിക്കുന്നു എന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ പോകുന്നത്. പക്ഷേ അതിൽ ഒരു മകൻ മാത്രം ഞാൻ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. അവരുടെ ആ പയ്യൻ്റെ ആ ഒരു രീതി കണ്ടിട്ട്. അത് അപ്പനെ അമ്മയും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ്. അങ്ങ് വാവിട്ടങ്ങ് ഈ പയ്യൻ കരയുക. ഇവൻ കരയുന്നതിനോടൊപ്പം തന്നെ ഇവൻ്റെ അപ്പനും അമ്മയും കരച്ചിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പനും അമ്മയും അതേപോലെ ആ കുഞ്ഞ് കരയുന്ന അതേ രീതിയിൽ അപ്പനും അമ്മയും കരയാണ്. അവർ തമ്മിലുള്ള ബോണ്ടിങ് ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അമ്മ പറയണം, മോനെ കുഴപ്പമില്ല, കുഞ്ഞ് ഇത്ര വർഷമല്ലേ ഉള്ളൂ, പഠിക്കണം, വലിയ നല്ല രീതിയിൽ പഠിക്കണം, ഉഴപ്പരുത്, മാർക്ക് പാസ്സാവണം, ജോലി കിട്ടണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അപ്പയും അമ്മയും ഇടയ്ക്ക് വരാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അപ്പനാണേലും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, അമ്മ കരയുന്നുണ്ട്, ഇവനാണെങ്കിൽ ഭയങ്കര കരയുന്നുണ്ട്. ഇതിന് മുമ്പ് പോയ കുഞ്ഞുങ്ങളൊക്കെ വിഷമം ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അവരായി പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വളരെ എല്ലാവരോടും ഹായ് പറയുന്നു. ചില അപ്പനും അമ്മയൊക്കെ കരയുന്നത് വിഷമം കൊണ്ട് കണ്ണുനീരൊക്കെ ഇങ്ങനെ തുടച്ച് കളയുന്നുണ്ടെങ്കിലും പബ്ലിക്കിലാണ് നിൽക്കുന്നതെന്ന് പോലും നോക്കാതെ ഈ അപ്പനും അമ്മയും കരയാണ്. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ബോണ്ടിങ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന് പല വീടുകളിലും ഈ പറയുന്ന ഒരു ബോണ്ടിങ് ഇല്ല. കാരണം ചില കുഞ്ഞുങ്ങളൊക്കെ, ഇപ്പം ഞാൻ പറയാം, ചിലയിടത്തൊക്കെ ചില ആൾക്കാർ ചില എക്സ്ട്രാ ക്ലാസ്സിനും അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസിനൊക്കെ കൊണ്ടുവിടും. പറയുന്നത് എന്തിനാ വെച്ചാൽ ഞാൻ കുറച്ച് നേരം വീട്ടിൽ സമാധാനം വരട്ടെന്ന് കാര്യം. അല്ല, കുഞ്ഞുങ്ങളെടുത്ത് പോയി സംസാരിക്കണം വലിയ താല്പര്യമൊന്നുമില്ല. ഇന്ന് പല പേരൻസിനും അല്ല പേരൻറ്റിങ്ങിനും വരുന്ന വലിയൊരു പ്രശ്നമാണ്. കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ക്ഷീണവും കുറച്ച് നേരം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറയും. ഞാൻ ചിലപ്പോൾ വീട്ടിൽ കളിയാക്കി പറയും, നമുക്കിന്നൊരു ഗെയിം കളിക്കാം, പിന്നെ എത്ര നേരം ഉണ്ടായിരിക്കുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ആൾക്ക് ഫസ്റ്റ് പ്രൈസ്. ചുമ്മാ തമാശന് പറയുന്നതാണ്. കാരണം അവർ കുറച്ചുകൂടി ഉണ്ടായിരിക്കട്ടെ, അല്ലെ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കട്ടെ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും. നമുക്ക് പേരൻസിന് തമ്മിൽ അല്ല കുഞ്ഞുങ്ങളുമായിട്ടൊരു നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവണം. എനിക്ക് ഒത്തിരി ആ സംഭവം കണ്ടപ്പോൾ വിഷമം തോന്നിയെങ്കിലും എനിക്ക് മനസ്സിനൊത്തിരി സന്തോഷം തോന്നി. കാരണം ഇന്നത്തെ കാലത്ത് അത്രയും അപ്പനും അമ്മയും കരുതുന്നൊരു മകൻ, അപ്പനെ അമ്മയും വിട്ടുപിരിയാൻ വിഷമിക്കുന്നൊരു മകൻ കിട്ടിയതിൽ അപ്പനും അമ്മയും ഭയങ്കരമായിട്ട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. അതേപോലെ ആ മകനെ അതുപോലെ കരുതാൻ പറ്റിയതിലും അവരും മകനും ഭാഗ്യമുള്ളവരാണ്. പല വീട്ടിലും പല പേരൻസും അതിങ്ങനെ കരുതാറൊന്നുമില്ല. അപ്പനോട് അമ്മയോട് ഒരു കാര്യം പറയാൻ പോലും പേടിക്കുന്ന പിള്ളേരുണ്ട് ഇപ്പോഴും. താങ്ക് യു.